അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാദുൽ അവ്വൽ മാസം നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ജീവിതത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും മരണം വരെ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടും സാമ്പത്തികപരമായ വലിയ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും കടങ്ങളെ തൊട്ട് രക്ഷ കിട്ടുന്നതിനു വേണ്ടിയിട്ട് മുത്ത് റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഖുർആനിലെ ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് കടക്കും മുമ്പേ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിലെ പല പ്രയാസങ്ങളും നേരിടുന്ന ആളുകളാണ്. ജീവിതത്തിലെ നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കും കാരണം പൈശാചികമായിട്ടുള്ള ഷർറുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭദ്രത ഉണ്ടാകുന്നതിനും കടങ്ങൾ വീടിക്കിട്ടുന്നതിനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും വിഷമങ്ങൾ ഇല്ലാതെയാകുന്നതിന് വേണ്ടിയിട്ടും സ്ഥിരമായി ഇത് ഓതിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മുത്ത് റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ളുഹാ എന്ന് പറയുന്നത്. നമുക്കൊക്കെ മനഃപാഠമായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ളുഹാ. ഈ സൂറത്തുൽ ളുഹാ നിങ്ങൾ ഓതേണ്ട സമയം മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം 11 വട്ടമാണ്. ഇത് 1-2 ദിവസം ഓതിക്കൊണ്ട് നിർത്തിപ്പോവല്ല വേണ്ടത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം 11 വട്ടം സൂറത്തുൽ ളുഹാ നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സമ്പത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് സമാധാനം ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ സൂറത്തുൽ ളുഹാ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇടങ്ങേറുകളുണ്ടാകും. വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഒക്കെ ഉള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഇത് കേട്ടിരിക്കുന്നുണ്ടാകും. അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾ ശിഫയാകുവാനും ജീവിതത്തിൽ ഒരു സന്തോഷ നിമിഷം കിട്ടുന്നതിനും സൂറത്തുൽ ളുഹാ നിങ്ങൾ പതിവാക്കിയാൽ മതി. വേറൊന്നും ചെയ്യണ്ട. സൂറത്തുൽ ളുഹാനെ നിങ്ങൾ പതിവാക്കി നോക്കി നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. റസൂല് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്തുൽ ളുഹയെ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവന് സമാധാനം കിട്ടുന്നുള്ളത്. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സമാധാനം നിലനിർത്തുവാൻ നമുക്ക് ഏറ്റവും വേണ്ട ഒന്നാണ് സമാധാനം. എത്ര പൈസ ഉണ്ടായിട്ടോ എത്ര ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. മനസ്സിനൊരു മനസ്സമാധാനം ഉണ്ടെങ്കിൽ എത്ര റാഹത്തായിട്ട് നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ അതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് മരണം വരെ നമുക്ക് ജീവിക്കുവാൻ, സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ, രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും ഇല്ലാതെ റാഹത്തായിക്കൊണ്ട് അള്ളാഹിൻ്റെ തിരുനോട്ടം കിട്ടിക്കൊണ്ട് ജീവിക്കുവാൻ സൂറത്തുൽ ളുഹായെ നമ്മൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അറിവുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.